നിന്റെ മനസ്സിലിരുന്ന പ്രണയം നീ തിരിച്ചറിയാൻ വൈകിയതുപോലെ കല്യാണിയോട് നിന്റെ ഇഷ്ടം പറയാൻ വൈകിക്കരുത്. നീ ഉടനെ തന്നെ അത് പറയണം. പറഞ്ഞേ പറ്റൂ. ആസ് സൂൺ ആസ് പോസിബിൾ. അമ്മയോട് ആദ്യം പറഞ്ഞ് സമ്മതം വാങ്ങാന്ന് കരുതിയിട്ട് നടന്നില്ല. ഇനി കല്യാണിയോട് നേരിട്ട് പറയാം, അല്ലാതെ മറ്റു വഴിയില്ല. കല്യാണി, പറഞ്ഞു വല്യുഞ്ഞേ. കല്യാണി, അത് എന്ത് പറ്റി വല്യുഞ്ഞേ? കോഫി വേണോ? ഏയ് വേണ്ട. അല്ല, അന്ന് ഇതുപോലെ പറയാന്ന് പറഞ്ഞിട്ട് അവസാനം കോഫി വേണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ചോദിച്ചതാ. വേറെന്ത് വേണം? പറഞ്ഞു വല്യുഞ്ഞേ. അത് എനിക്ക് കല്യാണിയോടൊരു കാര്യം പറയണം. അത്രേ ഉള്ളോ? പറഞ്ഞു വല്യുഞ്ഞേ. അത് എന്തു പറ്റി വല്യുഞ്ഞേ? പറഞ്ഞോ. എന്തിനാ മടിക്കണേ? കല്യാണി വാ, അങ്ങോട്ട് മാറി നിൽക്കാം. അവിടെ ആകുമ്പോ നല്ല കാറ്റുണ്ട്. നോ 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 നോ. ആനന്ദിന് ഒരു മാസത്തേക്കൊരു റെസ്റ്റ്, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോ അവൻ ചാർജ് ഏറ്റെടുക്കും. ഓ, അത് ഞാൻ മറന്നു. അച്ഛന്റെ പേരിലുള്ള എൻഡോമെന്റ് അല്ലേ? ഞാനും കൃഷ്ണേട്ടന് ഉറപ്പായിട്ടെത്താം. ഓക്കെ ഓക്കെ, താങ്ക് യു, ബൈ. ചേച്ചി, ആ കല്യാണിയില്ലേ, അവളെ സൂക്ഷിക്കണം. ഓ കഷ്ടം. നിനക്ക് എപ്പോ നോക്കിയാലും കല്യാണിയെ കുറിച്ച് ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലേ? നീ എന്താ വിലാസിനി ഇങ്ങനെ ആയിപ്പോയെ? വെറും ഒരു അടുക്കളക്കാരിയായ അവളുടെ സ്റ്റാൻഡേർഡ് പോലും നിനക്കില്ലാതായിപ്പോയല്ലോ. ചേച്ചി, അവള് മര്യാദയ്ക്ക് പാചകപ്പണി മാത്രം ചെയ്താ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ചേച്ചി കാര്യം അറിയാതെ എപ്പോഴും എന്നെയാ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവള് കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കപ്പലേറി പോകുന്ന എനിക്കിപ്പോ പേടി. ഈ കുടുംബത്തോട് നിനക്കുള്ള കൂറിനേക്കാൾ കല്യാണിക്ക് കൂറും വിശ്വാസവും കൂടുതലാ. വെറുതെ ഓരോ കുറ്റങ്ങൾ കെട്ടിച്ചമച്ച് എന്റെ സമയം വേസ്റ്റ് ആക്കാൻ നിൽക്കണ്ട. പോയി നിന്റെ ജോലി നോക്ക്. അയ്യോ ചേച്ചി, ഞാൻ പറയുന്നു കേട്ടിട്ട് പോ. വിലാസിനി, എനിക്കൊരു 100 കൂട്ടം ജോലിയുണ്ട്. അതിനിടെ വെറുതെ ശല്യം ഉണ്ടാക്കാൻ നിൽക്കാതെ പോ. ചേച്ചി, ഞാൻ ശല്യമാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ഇത് ആനന്ദുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ചേച്ചി കേട്ടേ പറ്റൂ. ആനന്ദുമായി ബന്ധപ്പെട്ട കാര്യവും? അതെ. ഇവിടെ നമ്മുടെയൊക്കെ കണ്ണ് വെട്ടിച്ച ആനന്ദും കല്യാണിയും തമ്മിൽ എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. ആനന്ദ് 1 മാസം ലീവിൽ നിൽക്കുന്നത് തന്നെ ഇതിനാണോന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം. എന്റെ മോനെ കുറിച്ച് നീ അപവാദം പറയുന്നു. നിന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ ചേച്ചി അടിക്കാൻ വരുമെന്ന് എനിക്കറിയാവുന്ന കാര്യം തന്നെയാ. അപ്പൊ അതിനെ പറ്റി തെളിവില്ലാതെ ഞാൻ വരുമോ? ഇത് നോക്കേച്ചി, നോക്ക്. എന്താ ഈ വരയും കുറിയൊക്കെ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടോളൂ. അയ്യോ ചേച്ചി, ഇത് വെറും വരയും കുറിയൊന്നും അല്ല. ആനന്ദിന് വേണ്ടി കല്യാണി ഇടുന്ന ഒരു തരം കണക്കാ. കണക്കോ? അതെ ചേച്ചി, കല്യാണി ഇവിടെ ജോലിക്ക് വരുമ്പോ തൊട്ട് ജോലി കഴിഞ്ഞ് പോകുന്നത് വരെ ഒരു ദിവസം എത്ര പ്രാവശ്യം ആനന്ദ് കല്യാണിയെ വിളിക്കുമെന്നുള്ള കണക്ക്. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും അവൾ ഇതിനകത്ത് ഓരോ ശരിയിടും. ഇത് ഞാൻ കണ്ടുപിടിച്ച് ചോദിച്ചപ്പോഴേ അവള് പറഞ്ഞത് കേക്കണ്ടേ? ഇത് മാഡം എന്നെ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയാൻ ശരിയിട്ട് വെച്ചതാന്ന്. ചേച്ചി തന്നെ ഈ വര എണ്ണി നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചി ഇന്ന് അവളെ ഇത്രയും പ്രാവശ്യം വിളിച്ചിരുന്നോന്ന് നോക്ക്. കല്യാണി ഇപ്പൊ എവിടാ? അവളെവിടെ പോവാന്? ഒന്നുകിൽ ആനന്ദിന്റെ റൂമിൽ കാണും, അല്ലെങ്കിൽ ആനന്ദ് എവിടെയുണ്ടോ അവിടെ ഉണ്ടാവും.
ചേച്ചി പോകുന്നു, എന്താന്ന് നോക്കിക്കളെ. ആനന്ദ്, ആനന്ദ്, ചേച്ചി, ആനന്ദ് ഇവിടെ ഇല്ലെങ്കിൽ ഗാർഡനിൽ കാണും. അവളും അവിടെ തന്നെ കാണും. ചേച്ചി വാ, നമുക്കിന്ന് കൈയോടെ പിടിക്കാം. വാ. ഇന്ന് നല്ല നിലാവുണ്ടല്ലേ കല്യാണി? ആ അതെ വലിയ കല്യാണി, നിന്നോടുള്ള എന്റെ ഇഷ്ടം ഞാൻ എങ്ങനെയാ പറഞ്ഞു തുടങ്ങുക? വലിയ എന്താ ആലോചിക്കണേ? കല്യാണിക്ക് ഇഷ്ടമാണോ? എന്താ ചോദിച്ചത്? അല്ല, കല്യാണിക്ക് നിലാവ് ഇഷ്ടമാണോ എന്ന്. അത് കൊള്ളാം. ആർക്കാ നിലാവ് ഇഷ്ടമില്ലാത്തത്? എനിക്ക് നിലാവ് ഇഷ്ടാ, മഴയും ഇഷ്ടമാ. നാട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ മഴയോട് സംസാരിക്കാറുണ്ട് ഞാൻ. ഒരുതരം വട്ടാ. എല്ലാവർക്കും ഉണ്ട് കല്യാണി അതുപോലുള്ള വട്ടുകൾ. കല്യാണിക്ക് നിലാവിനെ പ്രണയിച്ച മഞ്ഞുതുള്ളിയുടെ കഥ അറിയാമോ? നിലാവിനെ പ്രണയിച്ച മഞ്ഞുതുള്ളിയോ? സംഗതി കൊള്ളാലോ. എന്താ വലിയ കഥ? ഞാൻ കേട്ടിട്ടേ ഇല്ല. ആനന്ദേ, നീ കഥ പറയാൻ വന്നതല്ല. കഥയൊക്കെ പിന്നെ പെട്ടെന്ന് അവളോട് നിന്റെ ഇഷ്ടം പറയാൻ നോക്ക്. കഥ പറയൂ വലിയ. വലിയ എന്താ ഈ ആലോചിക്കണേ? കഥ പറയൂ വലിയ. കല്യാണി, അത് പറയുന്നതിന് മുമ്പ് എനിക്ക് കല്യാണിയോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. പറഞ്ഞോളൂ വലിയ, ഞാൻ കേൾക്കാൻ റെഡിയാ. അത് കല്യാണി, എനിക്ക് കല്യാണിയെ... അയ്യോ വലിയ, അഖിലമ്മയുടെ വിലാസിനിമയുടെ ഇങ്ങോട്ട് വരുന്നു. എന്നെ ഇവിടെ കണ്ട അതോടെ തീർന്നു കഥ. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. ചേച്ചി, അത് നോക്കിയേ, ആനന്ദല്ലേ അത്? വാ, നമുക്ക് നോക്കാം. ആനന്ദ്, അമ്മേ, രാത്രി എന്തിനാ ആനന്ദ് ഇവിടെ വന്ന് നിൽക്കുന്നേ? അത് മൊബൈലിന് അകത്ത് റേഞ്ച് കുറവായിരുന്നു അമ്മേ. സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. എന്തോ അമ്മേ, അമ്മ എന്താ ഇവിടെ? ഒന്നുമില്ല, നിന്നെ കാണാത്തോണ്ട് ചോദിച്ചതാ. എന്നിട്ട് സൗണ്ട് ക്ലിയർ ആക്കി സംസാരിച്ചു കഴിഞ്ഞോ കാര്യങ്ങള്? സംസാരിച്ചു കളയമ്മേ. അപ്പോഴാ നിങ്ങൾ വന്നത്. എന്നാ പിന്നെ ആനത്തെ നീ നടന്നു. ഞങ്ങളെ വേറൊരു കാര്യത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാ.
ആനന്ദിനോടൊപ്പം കല്യാണി കാണുമെന്ന് പറഞ്ഞല്ലേ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്? എന്നിട്ടിപ്പോ എന്തായി? അയ്യോ ചേച്ചി, എനിക്ക് ഉറപ്പാ കല്യാണി ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ടാവും. ഉം. ചേച്ചി ഇപ്പൊ ഇവിടെ നിക്ക്, ഞാൻ അവളെ കയ്യോടെ പിടിച്ചോണ്ട് വരാം. ഉം. ആ മതി, വാ. കല്യാണിയോടുള്ള വൈരാഗ്യം വെച്ച് നീ ഇപ്പൊ ആനന്ദിനെ സംശയിക്കാൻ തുടങ്ങിയിരിക്കുക. ദേ നോക്ക്, എല്ലാവരും ആഹാരം കഴിക്കാൻ വരുന്ന സമയം ഇത്. കല്യാണി കിച്ചണിൽ തന്നെ ഉണ്ടാവും. നിന്റേത് ആവശ്യമില്ലാത്ത സംശയം. ഓ, ഇപ്പോഴും കുറ്റം എന്റെ തലയിൽ തന്നെയാണോ? ശരി, ചേച്ചിക്ക് അവളെ അത്ര വിശ്വാസമാണെങ്കിൽ വാ നമുക്ക് കിച്ചണിൽ പോയി നോക്കാം. അവൾ അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം തീർന്നല്ലോ. വാ നോക്കാം. കിച്ചണിലെത്തുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ പെട്ടതാ. അവരവിടെ എത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണം. ദേവി, എന്ത് പരീക്ഷണ ഇത്? മാഡം അവിടെ എത്തുന്നതിന് മുമ്പ് പുറകുവശത്തൂടെ അവിടെ എത്തിയേ പറ്റൂ. കണ്ടില്ലേ, അടുക്കളക്കാരി ഈ സമയത്ത് കിച്ചണിലല്ലാതെ എവിടെ പോയിരിക്കുക? ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് വിശ്വാസമായി കാണുമല്ലോ. സുജാത, ഇവിടെ വാ. മാഡം, കല്യാണി എവിടെ? കല്യാണി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാഡം. പിന്നെന്താടി, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നവള് പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായോ? ഞാൻ ഇവിടെ ഉണ്ട് മാഡം. നീ കുനിഞ്ഞ് താഴെ എന്തെടുക്കായിരുന്നു? താഴത്തെ ഷെൽഫിൽ നിന്ന് പാത്രം എടുക്കായിരുന്നു മാഡം. ഇത്രയും നേരം നീ കിച്ചണിലുണ്ടായിരുന്നോ? ആ, ഞാൻ ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞു. ചേച്ചി, ഞാനിവളെ കല്യാണി മാഡം, അത്താഴം വിളമ്പി വെക്ക്. ശരി മാഡം. എന്ത് പറ്റി കല്യാണി? കാലിനെന്ത് പറ്റി? ഒന്നുമില്ല ചേച്ചി, ഒന്ന് ഉളുക്കിയതാ. മാറ്, ഞാൻ നോക്കട്ടെ. ഇപ്പൊ മാറി. ചേച്ചി അത്താഴം എടുത്ത് വെക്ക്. ചെല്ല്. ശരി.
ഹായ് എവരിബഡി. ഞാൻ വരുമ്പം തന്നെ തുടങ്ങിയല്ലേ? നന്നായി. അരവിന്ദ്, ഓഫീസിൽ എന്തുണ്ടായിരുന്നു വിശേഷം? പൊന്നോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ബ്രോ. കണ്ണ് കെട്ടി കാട്ടി വിട്ട അനുഭവമായിരുന്നു. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഏത് ദിക്കിൽ എപ്പോ എത്തുന്ന ഒരു പിടിയില്ല. ഫസ്റ്റ് ഡേ അല്ലേ, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നാളെ മുതൽ എല്ലാം ഓക്കെ ആവും. യു ഡോണ്ട് വറി. ശരിയാവും. ദേ ഫയലുകളൊക്കെ ഒപ്പിട്ടിട്ടേ വിരല് വീങ്ങിതേ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ, അറിയോ? പോരാത്തതിന് മണിക്കൂർ ഇടവിട്ട് മീറ്റിങ്ങും. സത്യം പറഞ്ഞാലേ നിങ്ങളൊക്കെ സമ്മതിക്കണം. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ പണി പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഹലോ, ആ സ്പീക്കിംഗ്. ഹലോ, ഒരു മിനിറ്റ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങാം. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. അങ്ങനെ ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചു കൂട്ടി. ഇനി 29 കറുത്ത ദിനങ്ങൾ. അത് ആലോചിക്കുമ്പോ ദേഹത്തൊരു വിറയിലും ഭയങ്കര വിശപ്പുവാ. 4 ചപ്പാത്തി കൂടുതൽ വെച്ചാൽ അതങ്ങ് മാറും. നിനക്കിപ്പ ശരിയാക്കി തരാടി. ചേച്ചി, ഇവൾ ആ ബുക്കിൽ വരയിട്ടത് എന്തിനാണെന്ന് ചോദിക്കേ. സത്യം അറിയാലോ. കല്യാണി, അടുക്കളയിൽ ഒരു നോട്ട് ബുക്കിൽ കുറെ വരകൾ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടല്ലോ. എന്താ അത്? ചോദിച്ചത് കേട്ടില്ലേടി? നിന്റെ വായിലെന്താ പഴം പുഴുങ്ങി വെച്ചിരിക്കാണോ? മറുപടി പറയടി അങ്ങോട്ട്. അത് മാഡം, ഞാനും അനിയൻകുട്ടിനും കൂടി ഒരു ചെറിയ പന്തയം വെച്ചു. ഈ വീട്ടില് എന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിളിക്കുന്നത് ആരാണെന്ന് അതറിയാനാ ആ നോട്ട്ബുക്കിൽ അങ്ങനെ ശരിയിട്ട് വെച്ചത്. ഇതൊക്കെ വെറും കള്ളവാ ചേച്ചി. ചോദിക്കാൻ വണ്ണം ചോദിച്ചാലേ ഇവള് പറയൂ. എന്താ ഇളയമേ, ഏത് സമയത്തും കല്യാണിയെ കുറ്റപ്പെടുത്തലാണല്ലോ. ഒരു ദിവസമെങ്കിലും അവൾക്കൊരു ബ്രേക്ക് കൊടുത്തൂടെ? ഇപ്പോഴല്ലേ ഞങ്ങക്ക് മനസ്സിലായത് ബിസിനസ് ആവശ്യത്തിന് പോയ ഇളയച്ചനെ വിദേശത്ത് തന്നെ നിൽക്കുന്നതിന്റെ കാര്യം. തന്നെ അപാരം തന്നെ. നീ പൊട്ട മര്യാദക്കിരുന്ന് കഴിക്കാൻ നോക്ക്. പൊട്ടനോ? കൊള്ളാലോ. നീ ഒരിക്കലും നന്നാവില്ല വിലാസിനി. നിനക്കങ്ങനെ ഒരു വിചാരമേ ഇല്ല, അതാ സത്യം. കല്യാണി, നീ വിളമ്പ്. കല്യാണി, മാഡം, ആനന്ദിന് ഞാൻ വിളമ്പി കൊടുത്തോളാം. നീ പോയിക്കോ. ശരി മാഡം.